ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരത ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലപ്പുറ ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട് പുനലൂർ. ദേവാ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവാ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. ബാത്റൂമിന്റെ ഭംഗിയും ശുചിത്വവും ദേവാ സ്റ്റാർ ഹോംസിലൂടെ ലോകോത്തര നിലവാരം പുലർത്തുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP fancy items. Best quality product is our responsibility. Deva Star Homes, Punalur, Pattanapuram. പകരം വയ്ക്കാനാവാത്ത പരിശുദ്ധിയുമായി വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് പത്തനാപുരത്ത്. പാരമ്പര്യത്തിന്റെയും പുതുമയുടെയും വിസ്മയമൊരുക്കി ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സിന്റെ പുതിയ ഷോറൂം നിങ്ങൾക്കായി സമർപ്പിക്കാൻ ഞാൻ എത്തുന്നു. ഈ ശുഭമുഹൂർത്തത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മറക്കല്ലേ, ഡിസംബർ 18 രാവിലെ 10 മണിക്ക് വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ സർക്കിൾ ഓഫീസിന് സമീപം, മാർക്കറ്റ് ജംഗ്ഷൻ, അഞ്ചൽ. വാദം, നട്ടല്, ഞരമ്പ്, അസ്ഥി എന്നിവ സംബന്ധിച്ച രോഗങ്ങൾ, കുട്ടികൾക്ക് ജന്മനാ ഉണ്ടാകുന്ന അംഗവൈകല്യം എന്നിവയ്ക്ക് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ വിദഗ്ധമായ ഫിസിയോതെറാപ്പി ചികിത്സ നൽകുന്നു. പ്ലേറ്റ്, സ്ക്രൂ എന്നിവ ഇട്ടതിനു ശേഷം സന്ധികൾക്ക് വഴക്കമുണ്ടാകാനുള്ള ചികിത്സ നൽകുന്നു. ശ്രീ വിനായക, എ കംപ്ലീറ്റ് ഫിസിയോതെറാപ്പി സെന്റർ. ഫോൺ 9495042901. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. എല്ലാവിധ ബ്രാൻഡഡ് കമ്പനികളുടെയും വിപുലമായ ശേഖരം. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. സേവ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിംഗ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ് എന്നിവയ്ക്കും ഇവിടെ പ്രത്യേക സെലക്ഷൻസ് ഒരുക്കിയിരിക്കുന്നു. ഷഹനാസ്, ലാക്മേ, ആറ്റിറ്റ്സ് ഡാസ്ലർ, മെബ്ലിൻ, ലോറിയൽ, ലോട്ടസ്, റെവലോൺ കൂടാതെ നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ, കൂടാതെ ലേഡീസ് ബാഗുകൾ, പേഴ്സുകൾ, ക്ലേഷ് ബാഗുകൾ, ഗിഫ്റ്റ് ടോയ്സ്, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ്, ബ്രൈഡൽ കളക്ഷൻസ്, ഡാൻസ് ഓർണമെന്റ്സ്, ഭരതനാട്യം സെറ്റ് എന്നിവയും ഇവിടെ ലഭ്യമാണ്. എല്ലാ ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നതിനാൽ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻസ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സുജിത് സുരേന്ദ്രൻ. പ്രധാന വാർത്തകൾ. വിഷമതയനുഭവിക്കുന്നവർക്ക് എന്തു നൽകാനാകുമെന്ന ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടതെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം. മലയാളത്തിലെ ആദ്യ ജീവകാരുണ്യ ഇന്റർനെറ്റ് റേഡിയോ ഹരിതവാണി ഗാന്ധി ഭവനിൽ അബ്ദുൽ കലാം സ്വിച്ച് ഓൺ ചെയ്തു. കൊള്ളപ്പലിശക്കാരെ തുരത്താൻ സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥ, അധികൃതർക്ക് അനങ്ങാപ്പാറ നയം. വാർത്തകൾ വിശദമായി. വിഷമത അനുഭവിക്കുന്നവർക്ക് എന്തു നൽകാനാകുമെന്ന ചിന്തയാണ് മനുഷ്യ മനസ്സിൽ ആദ്യം ഉയരേണ്ടതെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം. മലയാളത്തിലെ ആദ്യ ജീവകാരുണ്യ ഇന്റർനെറ്റ് റേഡിയോ ഹരിതവാണിയുടെ സ്വിച്ച് ഓൺ കർമ്മം പത്തനാപുരം ഗാന്ധി ഭവനിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അശരണരെ സഹായിക്കാനായാൽ അവർക്കൊപ്പം ദൈവവും സന്തോഷിക്കുമെന്നും 1100ഓളം വരുന്ന ഗാന്ധിഭവൻ കുടുംബങ്ങളെ നല്ല നിലയിൽ സംരക്ഷിച്ചു വരുന്ന ഡോക്ടർ പുനലൂർ സോമരാജനും ട്രസ്റ്റ് അംഗങ്ങളും സമൂഹത്തിനായി ചെയ്യുന്നത് വലിയ ധർമ്മമാണെന്നും ഭാരതരത്നം ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസ്താവിച്ചു. മനുഷ്യസ്നേഹികളെന്ന നിലയിൽ അശരണരുടെ കണ്ണീരൊപ്പുവാനായി ഇവിടെ നടത്തുന്ന പ്രയത്നങ്ങൾ വാസ്തവത്തിൽ ദൈവികമായ പുണ്യപ്രവൃത്തിയാണ്. എല്ലാവർക്കും 3 നേരം ഭക്ഷണം നൽകുന്നതിനൊപ്പം നന്നായി പരിരക്ഷിക്കുകയും സുരക്ഷിതത്വമുള്ള താമസ സൗകര്യം നൽകുകയും ചെയ്യുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ടെന്നും അബ്ദുൽ കലാം പറഞ്ഞു.
ഗാന്ധി ഭവനിലെത്തുന്നവർ ഇവിടുത്തെ ഒരു അന്തേവാസിയെ ദത്തെടുക്കുമെന്ന ആത്മവിശ്വാസത്തോടെ മനസ്സുറച്ച് ചിന്തിച്ചാൽ അത് നടപ്പാക്കുവാൻ ഓരോരുത്തർക്കുമാകും. ശാരീരികമായും സാമ്പത്തികമായും പ്രാർത്ഥനയിലും ഗാന്ധി ഭവനുമായി സഹകരിക്കുന്നവരെ അഭിനന്ദിക്കുന്നുവെന്നും മുൻ രാഷ്ട്രപതി പറഞ്ഞു. ഗാന്ധി ഭവൻ സ്നേഹഗ്രാമത്തിന്റെ 10ാം വാർഷികത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ ഏറെ സന്തോഷമുണ്ട്. നല്ല മനസ്സുള്ള ഒട്ടേറെ പേർ ഒത്തുകൂടിയിരിക്കുന്ന സുന്ദരമായ സ്ഥലമാണിത്. Dr. Shri Gaylord, Ms. Faisal Khan, Srimati Shaida Kamal, and A.K. Muralidharan, Chief Captain, I understand, and all the people who are assembled here, we are all well off compared to what the people suffering here. INTUC സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ സ്വാഗതം പറഞ്ഞു. ശാന്തിഗിരി മഠം ഓർഗനൈസിംഗ് സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുരളിയ ഫൗണ്ടേഷൻ ചെയർമാൻ കെ മുരളീധരൻ മുൻ രാഷ്ട്രപതിക്ക് ഉപഹാരം സമർപ്പിച്ചു. നൂറൽ ഇസ്ലാം യൂണിവേഴ്സിറ്റി പ്രോ വൈസ് ചാൻസലർ MS ഫൈസൽ ഖാൻ, ആകാശവാണി മുൻ ഡയറക്ടർ G ജയലാൽ, കേന്ദ്ര സാമൂഹ്യക്ഷേമ ബോർഡ് അംഗം ഷാഹിദ കമാൽ, സിദ്ധാർത്ഥ സെൻട്രൽ സ്കൂൾ ചെയർമാൻ ഡോക്ടർ ഗോകുലം ഗോപകുമാർ, കെ ധർമ്മരാജൻ, പ്രൊഫസർ D ശശിധരൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ APJ അബ്ദുൽ കലാം ഗാന്ധി ഭവന് 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. തെരഞ്ഞെടുക്കപ്പെട്ട ആളുകൾക്ക് ഒപ്പം ഫോട്ടോയെടുക്കാനും അദ്ദേഹം സമയം കണ്ടെത്തി. ലൈവ് വാർത്ത, പത്തനാപുരം. പത്തനാപുരം ഗാന്ധി ഭവനിലെത്തിയ ഭാരതത്തിന്റെ മുൻ പ്രഥമ പൗരന് ഹൃദ്യമായ വരവേൽപ്പ് നൽകി. ആയിരക്കണക്കിന് ആളുകളാണ് APJ അബ്ദുൽ കലാമിനെ കാണാൻ ഗാന്ധി ഭവനിലെത്തിയത്. പത്തനാപുരം ഗാന്ധിഭവനിലെത്തിയ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിന് ഗാന്ധിഭവൻ അന്തേവാസികളും കാരുണ്യ പ്രവർത്തകരും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരും ചേർന്ന് വരവേൽപ്പ് നൽകി. ചെണ്ടമേളത്തിന്റെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടെ ഗാന്ധിഭവൻ കവാടത്തിൽ മുൻ രാഷ്ട്രപതിയെ സ്വീകരിച്ചു. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തിയ അബ്ദുൽ കലാമിന് ഗാന്ധിഭവൻ ബാൻഡ് ട്രൂപ്പ് അംഗങ്ങൾ സല്യൂട്ട് നൽകി സ്വീകരിച്ചു. പൂക്കൾ നൽകിയും നമസ്തേ പറഞ്ഞുമാണ് ഗാന്ധിഭവനിലെ കൊച്ചുകുട്ടികൾ മുൻ രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. കൈകൾ വീശിയും പുഞ്ചിരിച്ചും അദ്ദേഹം ജനങ്ങളെ അഭിവാദ്യം ചെയ്തു. സമ്മേളന നഗരിയായ ഗാന്ധിഭവനിലെ സ്നേഹമന്ദിരത്തിൽ ഭാരതത്തിലെ മുൻ പ്രഥമ പൗരനെ കാണാൻ ആയിരങ്ങളാണ് തടിച്ചുകൂടിയത്. ജനപ്രതിനിധികളും സാമൂഹിക പ്രവർത്തകരും കലാകാരന്മാരുമെല്ലാം അബ്ദുൽ കലാമിനെ കാണാൻ കാത്തുനിന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കൊള്ളപ്പലിശക്കാരെ തുരത്താൻ സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ കലഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച മന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്ലേഡ് മാഫിയകൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന വിപത്തുകൾക്ക് പരിഹാരം കാണാൻ ഗ്രാമീണ മേഖലയിൽ സഹകരണ ധനകാര്യ സ്ഥാപനങ്ങൾ ശക്തിപ്പെടണമെന്ന് VS അച്യുതാനന്ദൻ പറഞ്ഞു. സ്വകാര്യ പണമിടപാടുകാരും സ്വകാര്യ ബാങ്കുകളും ഇന്ത്യക്കാരും എല്ലാം പിടിമുറുക്കാൻ ശ്രമിക്കുമ്പോൾ സാധാരണക്കാരന്റെ തുണ ഏകിക്കൊണ്ട് ബദൽ ഉയർത്തിപ്പിടിക്കുന്ന പ്രസ്ഥാനം. കർഷകരും തൊഴിലാളികളും സാധാരണക്കാരും പാവപ്പെട്ടവരുമായ ആളുകളാണ് ഈ പ്രദേശത്ത് ഏറെയുള്ളത്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ ഏറെ സഹായകരമായ പ്രവർത്തനങ്ങളാണ് ബാങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാധാരണക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ ആവശ്യമായ പല രംഗങ്ങളിലും സഹായഹസ്തങ്ങൾ നീട്ടിയാണ് ബാങ്ക് പ്രദേശവാസികളുടെ ഹൃദയത്തിൽ കുടിയേറിയിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക മേഖലയുടെ പുരോഗതിയിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്രപരമാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. കലഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സൗദ രാജൻ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി കൺവീനർ S കിരൺകുമാർ സ്വാഗതം പറഞ്ഞു. പത്തനംതിട്ട മുൻ ജില്ലാ സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K അനന്തഗോപൻ, CPM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു, CPI ജില്ലാ സെക്രട്ടറി AP ജയൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓമന അമ്മ, ശാന്തപ്പൻ നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി മോഹൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് S അച്യുതൻ നായർ, PV ജയകുമാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഡോക്ടർ KP വിശ്വനാഥൻ, സുശീല കുമാരി, വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ തുടങ്ങി നിരവധി ആളുകൾ ചടങ്ങിൽ സംസാരിച്ചു. ലൈവ് വാർത്ത, പത്തനാപുരം. പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടകനായെത്തിയ കലഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പുതിയ മന്ദിരോദ്ഘാടന ചടങ്ങിൽ നിന്നും കോൺഗ്രസ് നേതാക്കൾ വിട്ടുനിന്നു. കലഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ നവീകരിച്ച ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദനാണ്. സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടകനായി നിശ്ചയിച്ചിരുന്ന റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, ആദ്യ നിക്ഷേപം സ്വീകരിക്കേണ്ടിയിരുന്ന ആന്റോ ആന്റണി MP, ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകേണ്ടിയിരുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹരിദാസ് ഇടത്തിട്ട, DCC പ്രസിഡന്റ് മോഹൻ രാജ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പാടം മുസ്തഫ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ആരും തന്നെ ചടങ്ങിൽ പങ്കെടുത്തിട്ടില്ല. മന്ത്രിയും MPയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കൾ ചടങ്ങിൽ നിന്നും വിട്ടുനിന്നത് ജനങ്ങൾക്കിടയിൽ ചർച്ചയായി. ലൈവ് വാർത്ത, പത്തനാപുരം. ദേശീയപാതയിൽ പ്ലാച്ചേരിയിൽ സിമന്റ് ലോറി നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. ലോറിക്ക് ഭാഗികമായി കേടുപാട് സംഭവിച്ചെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു.
കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ കലയനാടിനടുത്ത് പ്ലാച്ചേരിയിലാണ് സിമന്റ് കയറ്റി വന്ന ലോറി നിയന്ത്രണം വിട്ട് മതിലിലിടിച്ച് നിന്നത്. തമിഴ്നാട്ടിലെ വിരുദനഗറിൽ നിന്നും സിമന്റ് കയറ്റി തിരുവല്ലയിലേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. കായംകുളത്തു നിന്നും കടലാസു കയറ്റി തമിഴ്നാട്ടിലേക്ക് പോവുകയായിരുന്ന ലോറിക്ക് വശം കൊടുക്കുന്നതിനിടെയായിരുന്നു അപകടം. സിമന്റ് ലോറി വെട്ടിച്ച് തിരിക്കുന്നതിനിടയിൽ ബ്രേക്ക് ഓഫായി നിയന്ത്രണം വിടുകയായിരുന്നു. ഇവിടുത്തെ കൊടുമ്പളവിൽ മതിയായ സിഗ്നൽ സംവിധാനമില്ലാത്തത് നിരവധി അപകടങ്ങൾക്കാണ് കാരണമാകുന്നത്. நான் மாத்திரம் வந்து டிரைவர் வந்து அளவு கம்ப்ளைண்ட் அளவு வந்து 2-3 அளவு வந்து கம்ப்ளைண்டாக இருக்குது. இதுக்கு ஒரு சிக்னல் இட்டால் போதும். நாங்கள் சிக்னலை பார்த்தே நாங்கள் வண்டி ஓட்டி வரோம். எந்த ஒரு ஆக்சிடென்ட்டும் நடக்காது, எந்த ஒரு விபத்து நடக்காமல் இருக்கிறதுக்கு സിഗ്നൽ தான் മുഖ്യത്വം. ലൈവ് വാർത്ത പുനലൂർ. കുളത്തൂപ്പുഴയിൽ വന്യജീവി ശല്യം രൂക്ഷമായിട്ടും അധികൃതർ മൗനം പാലിക്കുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് MA ലത്തീഫ് ആരോപിച്ചു. ഇക്കാര്യത്തിൽ വനംവകുപ്പ് മന്ത്രി അടക്കമുള്ളവർക്ക് പരാതി നൽകുമെന്നും ലത്തീഫ് വ്യക്തമാക്കി. കുളത്തൂപ്പുഴയിൽ ജനവാസ മേഖലയിൽ വന്യജീവി ശല്യം രൂക്ഷമായിട്ടും വനം വകുപ്പിന്റെ പ്രതിരോധ നടപടികൾ പ്രഹസനമായി മാറുകയാണെന്ന് KPC നിർവാഹക സമിതി അംഗം MA ലത്തീഫ് ആരോപിച്ചു. ഒരു മരണം സംഭവിച്ചു പോയി, വളരെ യാദൃശ്ചികമായിട്ട് ആന ചവിട്ടി ഒരാൾ മരണപ്പെട്ടു പോയി. പക്ഷേ അതിനുശേഷം എടുക്കേണ്ടുന്ന നടപടിക്രമങ്ങൾ ഇനിയും ഇത് ആവർത്തിച്ചുകൂടായില്ല. ഇപ്പോഴും ഇന്നും ആന ഇപ്പോ ഈ പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്ത് നിൽക്കുക, ഇപ്പോഴും പോയി കണ്ടിട്ട് വന്ന ആൾക്കാരുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ നിസാർ എന്ന് പറയുന്ന ഫോറസ്റ്റുകാരൻ ഇപ്പോഴും ആ പ്രദേശത്ത് പടക്കമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ അവിടെ ഇനി എന്ത് ചെയ്യണം? ആ ആനയെ അവിടുന്ന് വിരട്ടി വിടുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? അതിന്റെ തൊട്ടടുത്താണ് ആൾപ്പാർപ്പുള്ള കൊച്ചുമരുതിമൂട്, വലിയ മരുതിമൂട്, അത് കഴിഞ്ഞാൽ ആദിവാസി കോളനിയായ ആറ്റുമൺപുറം ആദിവാസി കോളനി, ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അതുവഴി പോകാൻ നിവൃത്തിയില്ല. കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ ഒരു വാർഡാണ് 50 ഏക്കർ എന്ന് പറയുന്ന പ്രദേശം. ജനനിബിഡമായ ഒരു പ്രദേശം, 5 സെന്റിലും 10 സെന്റിലും ഉള്ള വീടുകളുള്ള 100 കണക്കിന് വീടുകളുള്ള ഒരു പ്രദേശം. ആ പ്രദേശത്തേക്കും അതിനോടനുബന്ധിച്ചുള്ള സെറ്റിൽമെന്റ് പ്രദേശത്തേക്കും ആൾക്കാർക്ക് സന്ധ്യ കഴിഞ്ഞാൽ പോകാനൊക്കാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായത് എന്ന് ശാസ്ത്രീയമായ ഒരു അന്വേഷണം നടത്തി അതിന് വേണ്ടുന്ന നടപടികൾ സ്വീകരിക്കുവാൻ ഇതേവരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ ഏപ്രിൽ 25-ന് EMS കോളനി മരുതിമൂട് സ്വദേശി രാജൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ പുനലൂർ DFO കോശിജോൺ അടക്കമുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രദേശവാസികൾക്ക് ഒട്ടേറെ ഉറപ്പുകൾ നൽകിയിരുന്നു. കാട്ടാനകൾ അടക്കമുള്ള വന്യജീവികൾ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് തടയാൻ വേണ്ട നടപടികൾ എടുക്കുമെന്നും ഇതിനായി പ്രദേശവാസികളെയും ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും ഉൾപ്പെടുത്തി യോഗം വിളിക്കുമെന്നും DFO പറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് ഈ സ്ഥലത്തേക്ക് DFO തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും MA ലത്തീഫ് ആരോപിച്ചു. MLA അടക്കമുള്ള ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്ത പക്ഷം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ വനംവകുപ്പ് മന്ത്രിക്ക് പരാതി നൽകുമെന്നും MA ലത്തീഫ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർക്ക് അനങ്ങാപ്പാറ നയം. ദിനംപ്രതി അപകടങ്ങൾ പെരുകുമ്പോഴും ദേശീയപാത അധികൃതർ മൗനം പാലിക്കുകയാണ്. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അപകടങ്ങൾ പെരുകിയിട്ടും അധികൃതരുടെ അനങ്ങാപ്പാറ നയം തുടരുകയാണ്. പുനലൂർ മുതൽ ആര്യങ്കാവ് വരെയുള്ള ഭാഗം ദേശീയപാത നിലവാരത്തിലല്ല നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. കൂടാതെ റോഡിന്റെ വശങ്ങളിലെ അഗാധമായ ഗർത്തങ്ങൾ സംബന്ധിച്ച് മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഇല്ല. വളവുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സിഗ്നൽ ബോർഡുകൾ മിക്കതും കാടുമൂടി കിടക്കുകയാണ്. പലതും കാലപ്പഴക്കത്താൽ തകർന്നിട്ടുമുണ്ട്. ഇത് ഒരു പരിധിവരെ അപകടങ്ങൾ പെരുകി വരാൻ കാരണമാവുകയാണ്. പശ്ചിമഘട്ട മേഖലയിൽ ഉൾപ്പെട്ട പുനലൂർ മുതൽ ഇടമൺ വരെയുള്ള ഭാഗത്താണ് അപകടങ്ങൾ കൂടുതലും സംഭവിക്കുന്നത്. കൊടുംവളവുകളും കുത്തിറക്കങ്ങളും അപകട മുന്നറിയിപ്പ് ബോർഡുകൾ ഇല്ലാത്തതും ഡ്രൈവർമാരുടെ അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് പ്രധാന കാരണം. പാതയുടെ പ്രത്യേകത കണക്കിലെടുത്ത് അധികൃതർ നടപടികൾ എടുക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ഇടമൺ 34 മുതൽ കലയനാട് വരെയുള്ള ഭാഗത്ത് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ചെറുതും വലുതുമായ 21 വാഹനാപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപകടത്തിൽപ്പെടുന്നതിൽ കൂടുതലും ചരക്ക് വാഹനങ്ങളും ടൂറിസ്റ്റുകളുടെ വാഹനങ്ങളുമാണ്. അപകടം പതിയിരിക്കുന്ന വളവുകളിൽ സിഗ്നൽ സംവിധാനം സ്ഥാപിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. ലൈവ് വാർത്ത പുനലൂർ. പവിത്രം ജുവലേഴ്സ്. ട്രഡീഷണൽ ഓർണമെന്റ്സിനൊപ്പം ട്രെൻഡി ഫാഷൻ ഡിസൈനർ കളക്ഷൻസ്. കല്യാണ അവസരങ്ങളിൽ നിങ്ങൾ കണിഞ്ഞൊരുങ്ങുവാൻ മോഡേൺ ഫാഷൻ വെഡിംഗ് ജ്വല്ലറി, കൂടാതെ നിങ്ങളെ പ്രൗഢയാക്കുന്ന ന്യൂ അറൈവൽ പാർട്ടി വെയർ, എലഗന്റ് എത്തനിക് കളക്ഷൻസ്, പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പുനലൂർ.
ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ദിവസേന വേദനരഹിത, തുന്നൽരഹിത, രക്തരഹിത തിമിര ശസ്ത്രക്രിയകൾ ആശുപത്രിവാസമില്ലാതെ മിതമായ നിരക്കിൽ ചെയ്യപ്പെടുന്ന പുനലൂരിലെ ഏക സ്ഥാപനം. ഫോൺ 8891949693. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, ക്രിസ്റ്റൽ ബാത്ത് ഗാലറി, ഇലക്ട്രിക്കൽ ഗുഡ്സ്, ഫാൻസി ലൈറ്റുകൾ, പാനസോണിക് എസിയുടെ അംഗീകൃത ഡീലർ, ഫിനോലിക്സ് പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ് ആക്സസറീസ്, ക്വിക്ക് സ്റ്റെപ്പ് വുഡൻ ഫ്ലോറിംഗ്, മഹീന്ദ്ര പവർ ഓൾ ജനറേറ്ററുകൾ, ഹാർഡ്വെയർ, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. ഫോൺ 0475222120. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. വിവാഹ നടത്തിപ്പിനും മറ്റ് പ്രിയ മുഹൂർത്തങ്ങൾക്കും നെട്ടോട്ടമോടുന്നവർക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. കാറ്ററിംഗ് സർവീസ്. വി കാറ്റർ ഫോർ ഓൾ ഒക്കേഷൻ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. ഫോൺ 99476970. സ്വപ്ന വസ്ത്രങ്ങളുടെ പരവതാനി വിരിച്ച് ആധുനികം മുതൽ പരമ്പരാഗതം വരെയുള്ള ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ ജോസ് ടെക്സ്റ്റൈൽസ്, വാൻ ഹ്യൂസൺ, ലൂയി ഫിലിപ്പ്, സീറോ, പാർക്കർ, പാൻ അമേരിക്ക, പീറ്റർ ഇംഗ്ലണ്ട്, സിട്രസ്, രാംരാജ്, ലിവിൻ ട്രൗസേഴ്സ്, യൗവൻ ചുരിദാർ മെറ്റീരിയൽസ്, ബേബി കെയർ പ്രോഡക്ട്സ് എന്നിവ. ജോസ് ടെക്സ്റ്റൈൽസ്, PO ജംഗ്ഷൻ, പുനലൂർ. പരുത്തിപ്പാറ, തിരുവനന്തപുരം. ഫോൺ 0471-254-5858. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. പത്തനാപുരം താലൂക്ക് സമാജത്തിന്റെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം. കഴിഞ്ഞ 20 വർഷമായി രക്ഷിതാക്കൾ അർപ്പിച്ച വിശ്വാസമാണ് ഞങ്ങളുടെ മുഖമുദ്ര. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും പ്രാധാന്യം. മികച്ച നേതൃപാഠവും പരിചയസമ്പന്നരായ അധ്യാപകർ, സ്കൂൾ ബസ് സൗകര്യം. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുനലൂർ. ഫോൺ 9961410570. ക്ലാസിക് ഫുട്വെയർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് എതിർവശം, മെയിൻ റോഡ്, പുനലൂർ. ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്നും ഇന്ത്യയിലെ പ്രമുഖ കമ്പനികളുടെ വിവിധ വർണ്ണങ്ങളിലും ഡിസൈനുകളിലുമുള്ള പാദരക്ഷകൾ, ലേഡീസ് ബാഗുകൾ, ട്രാവലിൻ ബാഗുകൾ, ട്രോളി ബാഗുകൾ, ക്രിക്കറ്റ് ബാറ്റുകൾ, ഷട്ടിൽ ബാറ്റുകൾ, ഫുട്ബോളുകൾ, ക്യാരംസ് ബോർഡുകൾ എന്നിവ വളരെ മിതമായ വിലയ്ക്ക് ഞങ്ങളിൽ നിന്നും ലഭിക്കുന്നു. ക്ലാസിക് ഫുട്വെയർ, ഓപ്പോസിറ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, മെയിൻ റോഡ്, കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും ഏറ്റവും അധികം തൊഴിൽ അവസരങ്ങളുള്ള പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ. മിതമായ ഫീസ് നിരക്കുകൾ തവണകളായി അടയ്ക്കാം. സാമ്പത്തിക പിന്നോക്കക്കാർക്ക് ഫീസ് ഇളവുകൾ. ഉന്നത വിദ്യാഭ്യാസ യോഗ്യതയും പരിചയസമ്പത്തുമുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ. സമ്പൂർണ്ണ പ്രാക്ടിക്കൽ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. മൊബൈൽ 9447255870. കടക്കൽ സർവീസ് സഹകരണ ബാങ്ക് സമഗ്ര പച്ചക്കറി കൃഷി രംഗത്തേക്ക്. കടക്കൽ കുമ്മൾ ഗ്രാമപഞ്ചായത്തുകളെ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തമാക്കാനാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. വിഷരഹിത പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്ന വിപുലമായ പദ്ധതിയുടെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കടക്കൽ കുമ്മിൾ ഗ്രാമപഞ്ചായത്തുകളെ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തമാക്കാനും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നുണ്ട്. കാർഷിക സെമിനാറിൽ ചടയമംഗലം അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ജോൺ ജോസഫ്, കടക്കൽ കൃഷി ഓഫീസർ സബിത SR, കുമ്മിൾ കൃഷി ഓഫീസർ V വിജയചന്ദ്രൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്, പ്രത്യുത്പാദനശേഷി വർദ്ധിപ്പിക്കുന്നതിന്, അതുപോലെ തന്നെ ശരീരത്തിന്റെ എല്ലാ ജൈവ സന്ധാരണ പ്രവർത്തനങ്ങളും ക്രമാനുഗതമായി നിർവഹിക്കുന്നതിന് പച്ചക്കറികൾ അത്യാവശ്യമാണ്. കടക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ലത, കുമ്മിൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M നസീർ, ലതിക വിദ്യാധരൻ, S വിക്രമൻ, ബാങ്ക് പ്രസിഡന്റ് K മധു, സെക്രട്ടറി P അശോകൻ എന്നിവർ സംസാരിച്ചു. ലൈവ് വാർത്ത, കടക്കൽ. കുളത്തൂപ്പുഴ വട്ടക്കരിക്കത്ത് നടക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിൽ അപാകതയെന്ന് പരാതി. തറനിരപ്പിൽ നിന്നും 7 അടിയോളം ഉയരത്തിലാണ് പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുന്നത്. കുളത്തൂപ്പുഴ ബ്യൂറോയുടെ റിപ്പോർട്ട്.
കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ തിങ്കൾകരിക്കം വാർഡിൽ വട്ടക്കരിക്കത്ത് നടക്കുന്ന അംഗൻവാടി കെട്ടിടത്തിന്റെ നിർമ്മാണത്തിലാണ് നാട്ടുകാർ അശാസ്ത്രീയത ആരോപിക്കുന്നത്. പകുതിയോളം നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയ അംഗൻവാടി കെട്ടിടത്തിൽ കുട്ടികൾക്കോ മുതിർന്നവർക്കോ കയറണമെങ്കിൽ നിലവിൽ ഏണി ചാരേണ്ട അവസ്ഥയാണ്. പുതിയ അംഗൻവാടി നിർമ്മാണത്തിനായി എസ്റ്റിമേറ്റ് എടുത്തപ്പോൾ വന്ന അപാകതയാണ് ഇതെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. പഴയ കെട്ടിടം പൊളിച്ചു നീക്കിയപ്പോൾ മണ്ണ് നീക്കം ചെയ്യാതെ അതേ ഉയരത്തിൽ പുതിയ അംഗൻവാടി കെട്ടിടം നിർമ്മിക്കുകയായിരുന്നു. പുതിയ കെട്ടിടം നിർമ്മിച്ചതാകട്ടെ തറനിരപ്പിൽ നിന്നും ഏകദേശം 7 അടിയോളം ഉയരത്തിലും. കുട്ടികൾക്ക് അംഗൻവാടിയിൽ പ്രവേശിക്കണമെങ്കിൽ കുറഞ്ഞത് 10 പടികൾ ഇവിടെ നിർമ്മിക്കേണ്ടി വരും. ഇത്തരത്തിൽ പടവുകൾ നിർമ്മിച്ചാൽ തന്നെ ചരിവ് വർദ്ധിക്കുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുമെന്ന് വിലയിരുത്തപ്പെടുന്നു. വാർഡ് മെമ്പർ അടക്കമുള്ളവരോട് ഈ നിർമ്മാണത്തിലെ അശാസ്ത്രീയത ചൂണ്ടിക്കാട്ടി പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. SSLC പരീക്ഷയിൽ 100% വിജയം കൈവരിച്ച ആര്യങ്കാവ് സെന്റ് മേരീസ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളെ സ്കൂൾ PTA അനുമോദിച്ചു. അനുമോദന ചടങ്ങ് ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മാമ്പഴത്ര സലീം ഉദ്ഘാടനം ചെയ്തു. ആര്യങ്കാവ് സ്കൂളിൽ ഇക്കഴിഞ്ഞ SSLC പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ അവർ അർഹിക്കുന്ന വിജയമാണ് കരസ്ഥമാക്കിയതെന്ന് മാമ്പഴത്ര സലീം പറഞ്ഞു. അധ്യാപനം ഒരു സേവനം മാത്രമല്ല, ജോലി കൂടിയാണെങ്കിലും അതിനെ സേവന തത്പരതയെ സ്കൂളിന്റെ ഒക്കെ ഉയർത്തിക്കാട്ടാൻ വേണ്ടിയുള്ള പരിശ്രമം വരുമ്പോഴാണ് അതിന്റെ വിജയത്തിൽ വലിയ മെച്ചം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ആ നിലയിലേക്ക് ഈ സ്ഥാപനത്തെ മാറ്റാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. നമ്മുടെ അടുത്തുള്ള തെതുപാറ സ്കൂളിലും അവിടെ 26 വിദ്യാർത്ഥികളും അവിടെ 100% എത്തി തമിഴ് മലയാളം മീഡിയം സ്കൂളിൽ. അപ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് ഉണ്ടാകുന്ന വലിയ മികവുറ്റ വിജയം നമ്മുടെ നാടിന്റെ വിജയമാണ്. ആ വിജയത്തെ നമുക്ക് കാണാൻ കഴിയണം. ഇപ്പോൾ A+ കിട്ടിയ 4 വിദ്യാർത്ഥികളെ എല്ലാ ഗ്രേഡിലും കിട്ടിയവരെ ഞാൻ അനുമോദിക്കുന്നു. അവരെ മാത്രമല്ല, ഒരുപക്ഷെ എല്ലാവർക്കും A+ എത്താൻ കഴിഞ്ഞില്ലെങ്കിലും ഒരുപക്ഷെ അതിന് മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ധാരാളമാണ്. ഇവിടെ വിജയിച്ച എല്ലാ കുട്ടികളും A+ കിട്ടാൻ യോഗ്യരാണ്. അല്ലാതെ പറയുകയില്ല. അനുമോദന ചടങ്ങിന് സ്കൂൾ PTA പ്രസിഡന്റ് CJ അന്തോണി അധ്യക്ഷനായി. MPTA പ്രസിഡന്റ് സരസ്വതിയമ്മ സ്വാഗതം പറഞ്ഞു. സ്കൂൾ മാനേജർ ഫാദർ ജോൺ പരുവപ്പറമ്പിൽ, ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ K ദിവാകരൻ, സണ്ണി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. സ്കൂൾ ഹെഡ് മാസ്റ്റർ സെബാസ്റ്റ്യൻ കുര്യൻ വിദ്യാർത്ഥികൾക്ക് മൊമെന്റോ നൽകി. 96 വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ 4 വിദ്യാർത്ഥികൾക്ക് മുഴുവൻ വിഷയങ്ങളിലും A+ ലഭിച്ചിരുന്നു. സ്കൂളിൽ ഹയർ സെക്കൻഡറി അനുവദിക്കണമെന്ന ആവശ്യവുമായി ദീർഘകാലമായി സ്കൂൾ അധികൃതർ സർക്കാരിനെ സമീപിച്ചു വരികയാണ്. വരും വർഷം ഹയർ സെക്കൻഡറി അനുവദിക്കുമെന്ന പ്രതീക്ഷയിലാണ് PTAയും സ്കൂൾ അധികൃതരും. ലൈവ് വാർത്ത, ആര്യങ്കാവ്. കേന്ദ്ര സർക്കാരിന്റെ ദുർഭരണത്തിനെതിരെ കോൺഗ്രസ് പുന്നല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി G രതികുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 11 മാസക്കാലമായി ഇന്ത്യ ഭരിക്കുന്ന മോഡി സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് കോർപ്പറേറ്റുകൾക്ക് ഭരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും അവസാനം ഇന്ത്യയിലെ കർഷകരെ വെല്ലുവിളിച്ചുകൊണ്ട് കർഷകരുടെ ഭൂമി കയ്യേറുന്ന ഏറ്റവും ദുഃഖകരമായ തീരുമാനമെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആഗോള വിപണന രംഗത്ത് ക്രൂഡ് ഓയിലിന്റെ വില ഇത്രയും കുറഞ്ഞിണക്കുകയും കഴിഞ്ഞ 2 ദിവസം മുന്നേ 2 തവണ ഡീസലിന്റെയും പെട്രോളിന്റെയും വില വർദ്ധിപ്പിച്ച മോഡി സർക്കാർ ഇന്ത്യയിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികളായ വർഗീയവൽക്കരണ നയം അവസാനിപ്പിക്കണമെന്നും ക്രൂഡ് ഓയിൽ വില കുറയുന്നതനുസരിച്ച് ഇന്ധനവില കുറയ്ക്കുവാൻ കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും G രതികുമാർ ആവശ്യപ്പെട്ടു. പുന്നല ടെലിഫോൺ എക്സ്ചേഞ്ച് പടിക്കൽ നടന്ന ധർണയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പുന്നല ഉല്ലാസ് കുമാർ അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് M ഷേഖ് പരീദ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് MS പ്രദീപ് കുമാർ, KSU സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സാജു ഖാൻ, മുൻ മണ്ഡലം പ്രസിഡന്റ് PM ബഷീർ സാഹിബ്, നേതാക്കളായ D വിശ്വസേനൻ, ഹുനൈസ്, PMB സാഹിബ്, സാറാമ്മ, ലൈല ബിവി, K പൊന്നമ്മ, ടാൻസൻ J ജോണി, ബൈജു കാർത്തികപ്പള്ളി, സുധീർ തച്ചക്കോട്, PM ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പുനലൂർ നഗരസഭയുടെ മൾട്ടി ജിംനേഷ്യം ശ്രദ്ധേയമാകുന്നു. രാവിലെയും വൈകിട്ടുമായി ഇവിടെ പരിശീലനത്തിനെത്തുന്നവരുടെ തിരക്ക് ദിനംപ്രതി വർദ്ധിക്കുകയാണ്. പുനലൂർ നഗരസഭയുടെ അധീനതയിൽ ചെമ്മന്തൂർ സ്റ്റേഡിയത്തിലാണ് മൾട്ടി ജിംനേഷ്യം പ്രവർത്തിക്കുന്നത്. ജിംനേഷ്യം പ്രവർത്തനം ആരംഭിച്ചിട്ട് 1 വർഷം പിന്നിടുകയാണ്. 60-ൽ പരം ആളുകളാണ് മോർണിംഗ്, ഈവനിംഗ് ഷിഫ്റ്റുകളിലായി ഇവിടെ പരിശീലനം നടത്തുന്നത്. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ യന്ത്രസാമഗ്രികളാണ് ജിമ്മിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. എന്നാൽ നഗരസഭാധികൃതരുടെ പരിഗണന ജിമ്മിൽ ലഭിക്കുന്നില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. കൂടുതൽ യന്ത്രസാമഗ്രികൾ ഉപയോഗിച്ചാൽ കൂടുതൽ യുവാക്കളെ ഇവിടേക്ക് ആകർഷിക്കാൻ കഴിയും. തൃശൂർ സ്വദേശി ബിലാലാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ടർ. കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇവിടെ വർക്കൗട്ട് ചെയ്യുന്നവർക്കോ ഉള്ള എക്യുപ്മെന്റ്സുകളോ അല്ലെങ്കിൽ മറ്റുള്ള ഇത് കൊടുക്കാനുള്ള വഴി എനിക്കില്ല. കാരണം ഇതിൽ ഉള്ളത് വെച്ചിട്ടാണ് ഞാൻ ഇവരെ കൊണ്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നത്. പല കുട്ടികളും വന്ന് ഇവിടെ എക്യുപ്മെന്റ്സ് കുറവാണ് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് അവരെല്ലാം. അതുകൊണ്ട് മുനിസിപ്പാലിറ്റിയുടെ ഇതിൽ നിന്നും നമുക്ക് എത്രയും പെട്ടെന്ന് നല്ലൊരു സഹകരണം ഉണ്ടാവണമെന്നും അവിടുത്തെ എല്ലാവിധ കൗൺസിലർമാരും മറ്റുള്ളവരുമായ എല്ലാവരും ഇതിൽ സഹകരിച്ച് നമ്മളെ സഹായിക്കണമെന്നും വിനീതമായിട്ട് തന്നെയാണ്
ഞാൻ അപേക്ഷിക്കുന്നത്. ചെറിയ പരാധീനതകൾക്ക് നടുവിൽ നിന്നും ജിമ്മിന്റെ പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ശ്രമത്തിലാണ് ഇദ്ദേഹം. ലൈവ് വാർത്ത, പുനലൂർ. ചിതറ കല്ലുവെട്ടാൻകുഴി അമ്പലമുക്ക് തണൽ സഹായ സംഘം 3ാം വാർഷികം ആഘോഷിച്ചു. വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഉച്ചക്കഞ്ഞി വിതരണം ചെയ്തു. കഴിഞ്ഞ 3 വർഷക്കാലമായി പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുകയാണ് തണൽ. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക, നിർധന കുടുംബങ്ങൾക്ക് ധനസഹായം നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങൾ സംഘം നടത്തിവരുന്നു. വരും വർഷങ്ങളിൽ കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ അംഗങ്ങൾ ശ്രമിക്കുകയാണ്. കടയ്ക്കൽ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അമ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ സഹകരണത്തോടെയാണ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഉച്ചക്കഞ്ഞി വിതരണം ചെയ്തത്. സംഘം പ്രസിഡന്റ് അനിൽകുമാർ, സെക്രട്ടറി ശ്രീജിത്ത് BR, ട്രഷറർ ശ്രീകുമാർ, വിമൽകുമാർ, സിബു, സിയാദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ലൈവ് വാർത്ത, കടയ്ക്കൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഈ സംഗമത്തിനായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. പുനലൂർ, ആലപ്പി, പത്തനംതിട്ട, ചേർത്തല, തോപ്പുംപടി ആൻഡ് ഗോൾഡ് സൂക്ക്. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുണ്ടാകുന്ന കാഴ്ചക്കുറവ് ചികിത്സിച്ച് മാറ്റുക തന്നെ വേണം. അതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിലുണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. കാഴ്ചയുടെ ദീപവുമായി ഞങ്ങൾ നിങ്ങളോടൊപ്പം. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്യാസ് സ്റ്റവുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ഇൻവെർട്ടറുകൾ, ഡിജിറ്റൽ UPSകൾ തുടങ്ങി എല്ലാവിധ ഗൃഹോപകരണങ്ങളും, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ എന്നിവയുടെ വിൽപ്പനയും സർവീസും അഹൂജ, സ്റ്റുഡിയോ മാസ്റ്റർ എന്നീ കമ്പനികളുടെ പബ്ലിക് അഡ്രസ് സിസ്റ്റവും ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, സ്പെയറുകൾ, കോർ ഓഡിയോ സിസ്റ്റംസ്, കേബിൾ TV ഐറ്റംസ് എന്നിവയും DTH സെയിൽസ് ആൻഡ് റീചാർജിംഗ് സേവനവും ലഭ്യമാണ്. കുരുമ്പേലിൽ സമ്മാന പെരുമഴ ഓഗസ്റ്റ് മുതൽ ഡിസംബർ വരെ. മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി AICTE അപ്രൂവൽ. ഞങ്ങളുടെ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. UG കോഴ്സുകൾ BE മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, BE സിവിൽ എഞ്ചിനീയറിംഗ്, BE കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്, BE ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, BTech ഇൻഫർമേഷൻ ടെക്നോളജി. PG കോഴ്സുകൾ ME കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ME പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ് ആൻഡ് ME VLSI ഡിസൈൻ. കമ്പ്യൂട്ടറൈസ്ഡ് ഡിജിറ്റൽ ലൈബ്രറി, ലബോറട്ടറികളും വർക്ക്ഷോപ്പും. കേരള ഫുഡ്. യാത്രാ സൗകര്യം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേക ഹോസ്റ്റലുകൾ. ഫോർ അഡ്മിഷൻ കോൺടാക്ട് മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കുട്ടക്കുഴി, നിയർ മാർത്താണ്ഡം, കന്യാകുമാരി ഡിസ്ട്രിക്ട്, തമിഴ്നാട്. ഫോൺ 04651276611. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. മാനേജ്ഡ് ബൈ പത്തനാപുരം താലൂക്ക് സമാജം. LKG മുതൽ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ക്ലാസുകൾ. തികഞ്ഞ അച്ചടക്ക പരിചയ സമ്പന്നരായ അധ്യാപകർ. 100% സുരക്ഷിതത്വം. സമീപ പ്രദേശങ്ങളിലേക്ക് സ്കൂൾ ബസ് സൗകര്യം. പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും മുൻഗണന. മികച്ച നേതൃപാഠവും. 2015-16 അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ നിയർ ചെമ്മന്തൂർ ഹൈസ്കൂൾ, പുനലൂർ. ഫോൺ 0475227100. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. പെട്രോ ടൈൽസ്, എക്സ്റ്റീരിയർ ഡിസൈനർ ടൈൽസ്, പേവിംഗ് ബ്ലോക്സ്, വോൾ ടൈൽ, ഫ്ലോർ ടൈൽ എന്നിവ നിർമ്മിക്കപ്പെടുന്നു. വിവിധ ഡിസൈനുകളിലുള്ള ടൈലുകൾ തിരഞ്ഞെടുക്കാം. ഹോളോ ബ്രിക്സ്, കോൺക്രീറ്റ് ബ്ലോക്കുകൾ, ഇഷ്ടിക, മെറ്റൽ, പാറമണൽ, സിമന്റ്, സ്റ്റീൽ, AC ഷീറ്റ്, കമ്പി, പെയിന്റ് ആൻഡ് സാനിറ്ററി, റൂഫിംഗ് ഷീറ്റ്, സെറാമിക് ടൈലുകൾ തുടങ്ങി മേൽത്തരം കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും മിതമായ നിരക്കിൽ ലഭിക്കുന്നു. കടവിൽ ബാബു ആൻഡ് കമ്പനി, തൊളിക്കോട്, പുനലൂർ. ഫോൺ 0475222636. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, റെഡ് ക്രോസ്, ഡാൻസ്, കരാട്ടെ, കൌൺസിലിംഗ് ക്ലാസ്, നേതൃപരിശീലന ക്യാമ്പുകൾ, മുതിർന്ന പെൺകുട്ടികളുടെ സുരക്ഷയ്ക്കായി മാതൃസമിതി, പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കായി റെമഡിയൽ ക്ലാസ് എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതകളാകുന്നു. കൃഷി വികസന പദ്ധതികൾ, ചെസ്, ക്യാരംസ്, റോളർ സ്കേറ്റിംഗ്, ഫുട്ബോൾ, ക്രിക്കറ്റ്, ബാഡ്മിന്റൺ തുടങ്ങി ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ ഗെയിം ഫെസിലിറ്റീസ്, ലാബ്, ലൈബ്രറി ഫെസിലിറ്റീസ്, ബസ് ഫെസിലിറ്റീസ് എന്നിവ ലഭ്യമാണ്.
അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. ഫാത്തിമ പബ്ലിക് സ്കൂൾ, പുനലൂർ. അല്ല, പെണ്ണെവിടുന്നാ? ഗുജറാത്ത് ആണെന്ന് തോന്നുന്നു. പെണ്ണെവിടുന്നാ? മഹാരാഷ്ട്ര. എല്ലാവരും ചോദിക്കുന്നു പെണ്ണെവിടുന്നാന്ന്. എവിടെന്നാന്ന് നീ പറ. ഗുജറാത്ത് ബന്ദേജ് മുതൽ കാഞ്ചീപുരം പട്ട് വരെ ഇന്ത്യയിലെ വെവ്വേറെ സ്ഥലങ്ങളിലെ ബ്യൂട്ടിഫുൾ സിൽക്സ്. നിങ്ങളുടെ കല്യാണത്തിലെ ഓരോ വിശേഷത്തിനും. പെണ്ണെവിടുന്നാ? പെണ്ണ് എവിടുന്നാ? പിന്നെ എവിടുന്നാന്ന്? ലക്നൗ സിൽക്സ് ഓഫ് ഇന്ത്യ ബ്രൈഡൽ സെവൻ. എല്ലാ സ്ഥലങ്ങളിലെയും പട്ട് RMKVയിൽ മാത്രം. പിറവന്തൂർ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീയുടെ വികസന പ്രവർത്തനത്തിനായി പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് പുതിയ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചത്. CDS ചെയർപേഴ്സൺ T ചന്ദ്രികയുടെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജോസ് പുതിയ കുടുംബശ്രീ കെട്ടിടത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. കുടുംബശ്രീക്ക് ഒരു ആസ്ഥാനം ഇവിടെ നിങ്ങൾ 21 CDS മെമ്പർമാർക്ക് ഒന്നിച്ചിരുന്ന് കൂടാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സൗകര്യപ്രദമായ ഒരു സൗകര്യമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ അന്ന് പ്രസിഡന്റായ സമയത്താണ് ഈ 385 കുടുംബശ്രീ യൂണിറ്റുകൾ ഉണ്ടാക്കിയതിന് ശേഷമാണ് അന്ന് ഞങ്ങൾ പോകുന്നത്. അന്ന് പഞ്ചായത്തിൻ്റെ റിവോൾവിംഗ് ഫണ്ടും അതുപോലെ തന്നെ മറ്റ് ചില ചെറിയ ചെറിയ ഫണ്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് സംസ്ഥാന ഗവൺമെൻറ് ആശ്രയ പദ്ധതി അതുപോലുള്ള ജീവകാരുണ്യപരമായ പല പദ്ധതികളും കൊണ്ടുവരികയും കുടുംബശ്രീ എന്ന് പറയുന്ന ഈ സ്വതന്ത്ര സംഘടനയെ ആര് നോക്കിയാലും തുടച്ചു മാറ്റാത്ത രീതിയിൽ കേരള സംസ്ഥാനത്ത് ഏറ്റവും വലിയ ശക്തിയായി മാറിയിരിക്കുമെന്നുള്ള സത്യമാണ്. CDS വൈസ് ചെയർപേഴ്സൺ ബിന്ദുലേഖ സ്വാഗതം പറഞ്ഞു. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷേർലി ഗോപിനാഥ്, ജെസി തോമസ്, റഷി ജമാൽ, ശ്രീനിവാസൻ, ജയ മധു, സരള, റൂബി ഗോപാലൻ, ദീപ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറയിൽ തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ചിതറ ഗ്രാമപഞ്ചായത്തും GTech കമ്പ്യൂട്ടർ സെന്ററും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. ചിതറ ഗ്രാമപഞ്ചായത്തും GTech കമ്പ്യൂട്ടർ സെന്ററും സംയുക്തമായാണ് തൊഴിൽമേള സംഘടിപ്പിക്കുന്നത്. തൊഴിൽമേളയിലേക്കുള്ള രജിസ്ട്രേഷൻ പഞ്ചായത്ത് ഓഫീസിൽ ആരംഭിച്ചു. ചിതറ ഗവൺമെന്റ് LPSൽ മെയ് 16 തൊഴിൽമേള. 20 മൾട്ടിനാഷണൽ കമ്പനികളാണ് തൊഴിൽമേളയിൽ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. +2 അതിനു മുകളിലും യോഗ്യതയുള്ളവർക്ക് തൊഴിൽമേളയിൽ പങ്കെടുക്കാം. ഒരാൾക്ക് 4 കമ്പനികളുടെ വരെ അഭിമുഖ പരീക്ഷയിൽ പങ്കെടുക്കാവുന്നതാണ്. ലൈവ് വാർത്ത, കടക്കൽ. ചലന വൈകല്യമുള്ളവർക്ക് സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടറുകൾ വിതരണം ചെയ്യും. MLAയുടെയും പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളുടെയും സംയുക്ത പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചലന വൈകല്യമുള്ളവർക്ക് സൗജന്യമായി സൈഡ് വീൽ ഘടിപ്പിച്ച സ്കൂട്ടർ വിതരണം ചെയ്യുക. MLA KB ഗണേഷ് കുമാർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. 40% ചലനവൈകല്യമുള്ള 18 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം അപേക്ഷകന്റെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോ, വൈകല്യം തെളിയിക്കുന്നതിനുള്ള മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ്, ഇലക്ഷൻ ID കാർഡ്, റേഷൻ കാർഡ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം മെയ് മാസം 18 വൈകിട്ട് 5 മണിക്ക് മുൻപായി അതത് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ചലന വൈകല്യം സംഭവിച്ചിട്ടുള്ള വ്യക്തികൾ, പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടെ 18 വയസ്സിനും 60 വയസ്സിനും മധ്യ പ്രായമുള്ള മുഴുവൻ ചലന വൈകല്യമുള്ളവർക്കും 3 വീലുള്ള സ്കൂട്ടർ കൊടുക്കുവാനായിട്ട് ഞങ്ങൾ 8 പഞ്ചായത്ത് പ്രസിഡന്റുമാരും MLAയും കൂടി ഒരു പദ്ധതി തയ്യാറാക്കിയിരിക്കുകയാണ്. പഞ്ചായത്തിൻ്റെയും MLA ഫണ്ടിൻ്റെയും ഒരു സംയുക്ത പദ്ധതിയാണ്. പഞ്ചായത്തും ഇതിൽ പണം എല്ലാ പഞ്ചായത്തും അവരുടെ വിഹിതം മാറ്റിവെച്ചു. ബാക്കിയുള്ള പണം MLAയുടെ ഫണ്ടിൽ നിന്ന് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലൊരു പദ്ധതി കേരളത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും നടപ്പിലാക്കുന്നത്. കാഴ്ച വൈകല്യമുള്ളവർ, കേൾവി കുറവുള്ളവർ, ബുദ്ധിമാന്ദ്യം സംഭവിച്ചവർ, കൈകൾക്ക് സ്വാധീനമില്ലാത്തവർ, നിലവിൽ വാഹനമുള്ളവർ, സർക്കാർ ജീവനക്കാർ എന്നിവർ അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷയുടെ മുകളിൽ ചലനവൈകല്യമുള്ളവർക്കുള്ള സ്കൂട്ടറിന്റെ അപേക്ഷ എന്നെഴുതുകയും മൊബൈൽ നമ്പർ രേഖപ്പെടുത്തേണ്ടതുമാണ്. എല്ലാവർക്കും ഒരു ജൂലൈ മാസത്തിന് മുൻപ് തന്നെ ഈ സ്കൂട്ടർ കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വികലാംഗ കോർപ്പറേഷൻ വഴി സ്കൂട്ടറുകൾ വാങ്ങി വിതരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടുകൂടി ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ ചലന വൈകല്യമുള്ളവർക്കും സ്കൂട്ടർ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്.
ഇന്നത്തെ സ്വർണ്ണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ് പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ വീണ്ടും. വിഷമതയനുഭവിക്കുന്നവർക്ക് എന്തു നൽകാനാകുമെന്ന ചിന്തയാണ് നമ്മെ ഭരിക്കേണ്ടതെന്ന് ഡോക്ടർ APJ അബ്ദുൽ കലാം. മലയാളത്തിലെ ആദ്യ ജീവകാരുണ്യ ഇന്റർനെറ്റ് റേഡിയോ ഹരിതവാണി ഗാന്ധി ഭവനിൽ അബ്ദുൽ കലാം സ്വിച്ച് ഓൺ ചെയ്തു. കൊള്ളപ്പലിശക്കാരെ തുരത്താൻ സഹകരണ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെടണമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. കൊല്ലം തിരുമംഗലം ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥ, അധികൃതർക്ക് അനങ്ങാപ്പാറ നയം. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം. ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദേവാ സ്റ്റാർ ഹോംസ് പുനലൂർ, വിജയകൃഷ്ണ ജുവലേഴ്സ് പുനലൂർ, പത്തനാപുരം, കൊട്ടാരക്കര, ചടയമംഗലം, ശ്രീ വിനായക ഫിസിയോതെറാപ്പി സെന്റർ അഞ്ചൽ പുനലൂർ, ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, പവിത്രം ജുവലേഴ്സ് പുനലൂർ, ഭാരതായി ഹോസ്പിറ്റൽ പുനലൂർ, തോട്ടുകടവിൽ ട്രേഡേഴ്സ് പുനലൂർ, എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്റേഴ്സ് പത്തനാപുരം, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ, പരുത്തിപ്പാറ, TVTM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പുനലൂർ, പാലത്ര ഫാഷൻ ജുവലേഴ്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ, കുരുമ്പേരിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, മാർത്താണ്ഡം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, NBPM ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ചെമ്മന്തൂർ പുനലൂർ, കടവിൽ ബാബു ആൻഡ് കമ്പനി തൊഴിക്കോട്